നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. നീ എന്ത് വർത്താനോടി പറയടാ? കല്യാണം കൂടി എടുത്ത് ഇപ്പഴേ ഈ വർത്താനം പറയണ? അടുത്തിട്ടല്ലേ ഉള്ളൂ, കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എന്നാലൊരു മര്യാദ വേണ്ടേ? എന്റെ കൊച്ചിന്റെ കാര്യത്തിൽ എനിക്ക് ഇച്ചിരി മര്യാദ കുറവാണ്. അപ്പൊ നീ എന്തോർത്തിട്ടാടി കല്യാണത്തിന് സമ്മതിച്ചത്? കല്യാണത്തിന് സമ്മതിക്കുന്ന സമയത്ത് അവന് ജോലിയുണ്ട്, പുറത്താണ്, നല്ല ജോലിക്കാരനാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അങ്ങനെയാണോ? ജോലിയും പോയില്ലേ? അന്ന് നമ്മുടെ മോക്കെന്തുണ്ടായി? എന്റെ പൊന്നമ്മേ, അന്നത്തെ പോലെയാണ് ഇന്ന് അവൾക്ക് ഗവൺമെന്റ് ജോലിയാ. നല്ല പയ്യന്മാര് വന്ന് കൊത്തിക്കൊണ്ട് പോകും, നല്ല സാലറി. അമ്മ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും. അതെ, നിങ്ങൾ എന്തെന്നാണ് ഈ അടക്കം പറഞ്ഞോണ്ടിരിക്കണത്? ഞാൻ കേൾക്കാറുണ്ടിട്ടാടോ ഇന്ന്. അടക്കം പറഞ്ഞതല്ല, നീ കല്യാണം കഴിച്ചു പോകുമ്പോ നല്ല കുടുംബത്തിൽ പോയി ജീവിക്കണമെന്നുണ്ട്, അതിന്റെ പറഞ്ഞതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഇല്ല, അവിടെ ഒരു സാധനവും ഇല്ല. ഒരു ഫ്രിഡ്ജ് ഇല്ല, വാഷിംഗ് മെഷീൻ ഇല്ല, ഒരു കട്ടലില്ല. ആ പെര കിടക്കണ കാണണം. നീ ഇവിടെ AC ഒക്കെ ഇട്ടിരിക്കണതല്ലോ, അവിടെ ഒരു സാധനവും ഇല്ല. നിന്നെ എങ്ങനെ കെട്ടിച്ചുവിടാൻ അവിടേക്ക്? അങ്ങോട്ട് ചെല്ല്. എന്റെ അമ്മ ജോലിക്ക് പോവാതിരിക്കുന്ന ആളൊന്നുമല്ലല്ല, ജോലി പോയതല്ലേ. വീണ്ടും ഇന്റർവ്യൂവിനൊക്കെ പോകുന്നുണ്ട്, അത് കിട്ടിക്കോളും. ഈ കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയി കുടുംബം നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എനിക്ക് ജോലിയില്ലേ, അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളാം. പിന്നെ ജോലി ഇല്ലെന്നുള്ള കാരണം കൊണ്ട് ചേട്ടനെ ഉപേക്ഷിക്കാനൊന്നും എനിക്ക് പറ്റൂല. ഞാൻ ചേട്ടനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചോ. താൻ എന്താണ് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ചായ പറയട്ടെ നിനക്ക്? എനിക്കിത് വേണ്ട. താൻ എന്താണ് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ജോലി എന്തായെന്ന് അറിയാൻ വേണ്ടിയല്ലേ വിളിക്കണം മുഴുവൻ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കല്യാണത്തിന്റെ ഒച്ചപ്പാടുമ്പോൾ ഒരു സൈഡിൽ നിന്റെ വക ജോലി എന്തായിരുന്നു. ജോലി എന്തായി കിട്ടിയില്ല. ഇതും ഞാൻ ശ്രമിക്കാണ്ടാണാ, നടക്കണ്ടേ? താൻ വിളിച്ചിട്ട് ഫോൺ എടുക്കടോ. എനിക്കുണ്ട് വീട്ടിൽ നിന്ന് കല്യാണത്തിന്റെ പ്രഷർ. വീട്ടുകാരെ ഞാൻ ഒരു കണക്കിന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം കാര്യമായില്ല. കല്യാണത്തിന് നാട്ടുകാരെല്ലാവരും കൊണ്ട് വീട്ടിലോട്ട് വരുമ്പോഴേ അവരോട് പറയാൻ എനിക്ക് മറുപടി ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ചേട്ടനൊരു പണി ചെയ്യും. എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടേ സാലറിയിൽ നിന്നിട്ട് കുറച്ച് കാശ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ടേ കല്യാണത്തിന് വീട്ടിലോട്ട് വേണ്ട അത്യാവശ്യം വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചു. ആരുടെ മുന്നിൽ ചേട്ടൻ നാണം കിടന്നത് എനിക്ക് ഇഷ്ടമല്ല. മേടിക്കും. ഇതൊന്നും വേണ്ട, ഞാൻ വേറൊരു വഴി കണ്ടിട്ടുണ്ടെന്ന്. ചേട്ടൻ ഇത് വാങ്ങിച്ചേ, ഞാനല്ലേ തരുന്നത്. കണ്ടുപോയിട്ട് കണ്ടാ മതി. കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ ഞാൻ കുത്തിപ്പിടിച്ച് മേടിച്ചോളാം. സങ്കടപ്പെടാതിരിക്കേ, എല്ലാം ശരിയാവും. വീട്ടിൽ നിന്നേ കടയിൽ പോകണമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. ചെല്ലട്ടെ എന്നാലും ഞാൻ. പിന്നെ നമ്മുടെ പറവൂരുള്ള വൈറ്റ് മാർട്ട് ഗുഡ് നൈറ്റ് ഏജൻസീസ് ഇല്ലേ, അവിടെ പോയി നോക്കിയാൽ മതി. അവിടെ നല്ല ഓഫർ ഉണ്ട്. വീട്ടിലൊക്കെ അവിടെ നിന്നാണ് മേടിച്ചത്. ഓക്കെ, പോട്ടെ. അവള് പറഞ്ഞ സ്ഥലം ഇത് തന്നെ, വൈറ്റ് മാർട്ട് ഗുഡ് നൈറ്റ് ഏജൻസീസ്. ഒന്ന് കയറി നോക്കാം. ഇതെന്താണ് നടക്കണ പെട്ടിയാ? ചേട്ടാ, ഒരു AC നോക്കാനായിരുന്നു. എന്ത് റേറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? 25 താഴെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ആണാ? സാർ നേരിട്ട് നോക്കിയോ? ഒന്ന് കാണിച്ചു തരും. നമുക്കേ ഈ അറ്റത്തിരിക്കണതിന് എടുക്കാം. ആയിക്കോട്ടെ. നീ ഒരു ഡിസ്കൗണ്ട് ഒക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് താട്ടാ. എൻ്റെ സാറിന് AC കിട്ടാവുന്ന സകല ക്യാഷ് ബാക്കും ഡിസ്കൗണ്ടിനും പുറമെ ഗുഡ് നൈറ്റ് ഏജൻസീസ് നൽകുന്ന ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ചൂടത്തുരുകുമ്പോ ഒന്ന് കുളിരാവാൻ നല്ലൊരു ചൂടൻ ഓഫർ. എന്താ ഓഫർ? സാറ് പോയി AC ബില്ലടച്ചിട്ട് വാ. എന്നിട്ട് ആ പണപ്പെട്ടി അങ്ങനെ തുറക്ക്. എന്നിട്ട് ഒരു കൂപ്പൺ എടുക്ക്. 10,000 രൂപ സമ്മാനം നേരിട്ട് പോകുന്നു. എന്താണ് മനസ്സിലായില്ല? ഏത് AC പർച്ചേസ് ചെയ്താലും നമുക്ക് ബില്ലടച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കൂപ്പൺ എടുക്കുക. ഇതിലെത്രയാണോ ഉള്ളത്, 10,000 രൂപ വരെയാണേ. ഇതിലെത്രയാണോ ഉള്ളത് അത് സാറിന് എടുക്കുക. നേരെ ആ ക്യാഷ് സാറിൻ്റെ കയ്യിലോട്ട് എണ്ണിത്തരും. എല്ലാ കൂപ്പണിലും പ്രൈസ് ഉണ്ടോ? എല്ലാ കൂപ്പണിലും ഉണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ എടുത്തോ. ഞങ്ങൾ ആയത്ത ഇതാണേ. ഞാൻ തുറക്കാം. ഞാനാണ് തുറക്കുന്നത്. സാറേ, ബമ്പർ അടിച്ചല്ല. ബമ്പർ എന്ന് പറഞ്ഞ 10,000 രൂപയുടെ ക്യാഷ് പ്രൈസ് സാറിന് ലഭിച്ചിരിക്കുന്നു. 10,000 രൂപ അടിച്ചാ? സാർ അടിച്ച്. നീ പൈസ എന്നിട്ട് കൗണ്ടറിൽ പോയിട്ട് എണ്ണിങ്ങടെ മേടിച്ചോ സാറേ? ഞാനേ ഒരു ഫോൺ ചെയ്തിട്ട്. ഹലോ, ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകാൻ ഒരുങ്ങണ്. AC വാങ്ങിച്ച്. അപ്പൊ ഇവിടെ ഒരു ക്യാഷ് പ്രൈസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ അതിൽ 10,000 രൂപ അടിച്ചേക്കണ്. ഞാൻ പറഞ്ഞില്ലേ അവിടെ നല്ല ഓഫറൊക്കെ ഉണ്ടാവുമെന്ന്.
ഒരു പണിയേ, ആ 10,000 രൂപയ്ക്കേ കട്ടില ഫ്രിഡ്ജ് അങ്ങനെ എന്തെങ്കിലും നോക്ക്. എന്തെങ്കിലും ഈ പൈസ കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കാം. ഓക്കെ ഓക്കെ. ശരി എന്നാ. എന്താണ് മോളെ? അതേ, ചേട്ടനെ AC മേടിച്ചില്ലേ, ആ. അപ്പൊ ആ കടയെന്നേ 10,000 രൂപ സമ്മാനം അടിച്ചേക്കണ്. മോളിൽ ഇതേ നല്ലൊരു കാര്യമാണ്. അതാരും കണ്ടില്ലെങ്കിലും അങ്ങേരെ കണ്ടിട്ടുണ്ട്. താങ്ക് യു. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ അതൊക്കെ മുകളിലാണ് സാർ. അതൊക്കെ മുകളിലേക്ക് പോകാം. സാറേ ദേ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. ഇവിടെ എങ്ങനെയാണ് ഓഫറൊക്കെ വരുന്നത്? സാർ ഈ ഫ്രിഡ്ജിനും വാഷിംഗ് മെഷീനൊക്കെ 50% വരെ ഓഫർ ഉണ്ട്. 50% വരെ ഓഫറാണ്? 50% വരെ ഓഫർ ഉണ്ട്. സാറേ സാറിന് കല്യാണം എന്നൊക്കെ അല്ലേ പറഞ്ഞത്? നല്ല അലമാരികളാണ്ടാ, നോക്കിയോ. സ്റ്റീൽ അലമാരിയാണെങ്കിലേ പൗഡർ കോട്ടിംഗ് ആണ്. 3 വർഷം വരെ പെയിന്റിങ് വാറണ്ടി ഉണ്ട്. സാർ ധൈര്യമായിട്ട് നോക്കിയോ. എനിക്ക് എന്ത് വില വന്നോ എൻ്റെ സാറേ, സാറിന് ഇപ്പോൾ ഗിഫ്റ്റ് അടിച്ചില്ലേ, അതിൻ്റെ താഴേക്കും എന്തായാലും. സാർ ധൈര്യമായിട്ട് നോക്കിയോ. സാറേ ദേ ഈ സെക്ഷൻ മുഴുവൻ നമ്മുടെ കട്ടില്, ബെഡ്, അങ്ങനെ തന്നെ ഇപ്പോൾ വേണ്ട. ഇത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ. ഒരുപാട് ഐറ്റംസ് സാറേ, അത് നമ്മുടെ എല്ലാം ബഡ്ജറ്റ് ഒതുങ്ങുന്ന ഐറ്റംസ് ആണ് എല്ലാം. ഇതിനെന്ത് വില വരുന്നുണ്ട് സാറേ? സാറ് നല്ല ബെസ്റ്റ് ഓഫറിലാണ് കയറി ഇരിക്കണേ കേട്ടാ. സാറേ ഈ കട്ടില്, ഈ ബെഡ്, ഈ വാർഡ്രോബ്, ഈ മിറർ യൂണിറ്റ്, ഈ ടേബിള്, ഇതെല്ലാം കൂടി സാറിന് 37 ചില്ലുവാൻ. സംഭവം ഗംഭീര ഓഫറൊക്കെ തന്നെയാണ്. അതെ സാർ. പക്ഷേ നമുക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ലല്ലോ. സാറിന് മറ്റേ 10 താഴേക്കണ ബഡ്ജറ്റല്ലേ ഉണ്ടത്? അതെ. ഓക്കെ, അവിടെ ഉണ്ട് സാർ. സാറേ നോക്കണ്ട, വെള്ളമില്ല, ഫുള്ള് കാതല. മഹാഗണിയുടെ നല്ലൊരു ഫാമിലി കോട്ട് കട്ടിലും ഫാമിലി കോട്ട് ബെഡും 9 ചില്ലുവാൻ. 9 ഇല്ലറേ? കൊള്ളാലാടോ ഇത്. സാറേ ബെഡുകളുടെ ഓഫറുടെ സാറ് ഞെട്ടിപ്പോവും. സാറേ പെപ്സിൻ്റെ ഇല്ലേ ഒരു ഫാമിലി കോട്ട് ബെഡ് മേടിച്ചാലേ ഒരു ഡബിൾ കോട്ട് ബെഡ് ഫ്രീ. സാറിന് എപ്പോഴെങ്കിലും സോഫയും ഡൈനിങ് ടേബിളൊക്കെ വേണമെങ്കിൽ സാറ് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരി. ഇവിടെ നല്ല ഓഫറിൽ എല്ലാ ഐറ്റംസും ഉണ്ട്. സാറേ അപ്പോൾ സാറിൻ്റെ ബില്ല്, ഫ്രിഡ്ജ്, കട്ടില്, AC. ഞാനൊരു വണ്ടി വിളിച്ചിട്ട് വരാം. എന്തിനാ സാറേ കൊണ്ടുപോണ്ടത്? അയ്യോ സാറേ, സാറ് അഡ്രസ് ഇവിടെ ഇല്ലേ? ഉണ്ട്. സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, സാറിൻ്റെ വീട്ടിൽ സംഭവം എത്തിക്കോളൂ. അതും ഫ്രീ ഡെലിവറിയാണ്. ആണാ? സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ട് സാറ് വയ്ക്കോ. പിന്നെയും വരണം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ സാറേ, ഒരു മിനിറ്റ്. സാറിന് മാത്രം ഈ ഓഫർ ഇട്ടിട്ട് കാര്യമില്ല, ഇത് കാണുന്ന പ്രേക്ഷകർക്കും നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ? അതെ, ഇത് കാണുന്ന 1-2 പേർക്കല്ല, ഇത് ഷെയർ ചെയ്ത് ഇതിൽ നല്ലൊരു കമൻ്റ് ഇടുന്ന എല്ലാവർക്കും എല്ലാവർക്കും എത്ര പേര് ലൈക്ക് ഷെയർ ചെയ്താലും കമൻ്റ് അടിച്ചാലും എല്ലാവർക്കും 500 രൂപയുടെ ക്യാഷ് വയ്ക്കും. അപ്പം ഇതെങ്ങനെ അറിയും? ഇവിടെ വന്നിട്ട് ഈ ഫോണിൽ ഷെയർ ചെയ്തിട്ട് ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കയറിയാണ് തരും. അടിപൊളി. അപ്പം എന്തായാലും എല്ലാവർക്കും ഈ ഒരു ചൂട് സമയമൊക്കെ ആയിട്ട് നമ്മുടെ വൈറ്റ് മാർട്ട് ഗുഡ് നൈറ്റ് ഏജൻസീസ് ഗംഭീര ഓഫറുകളാണ് തന്നേക്കണത്. അപ്പോൾ ഏതായാലും എല്ലാവരും കൂടി അടിച്ച് പൊളിക്കാം. അപ്പോൾ ഓക്കെ, ടാറ്റാ. ഈ ഓഫറുകളൊക്കെ നമ്മുടെ പറവൂർ ചേന്നമംഗലം ജംഗ്ഷൻ സമീപം സ്ഥിതി ചെയ്യുന്ന വൈറ്റ് മാർട്ട് ഗുഡ് നൈറ്റ് ഏജൻസിയിൽ മാത്രമല്ല, ഇവരുടെ തന്നെ ബ്രാഞ്ചുകളായിട്ടുള്ള ഈസ്റ്റ് കടുങ്ങല്ലൂരും പാമ്പാക്കുടയിലും കിഴക്കമ്പലത്തും പൂക്കാട്ടുപടിയിലും അവൈലബിൾ ആണ് കേട്ടോ.